ഉണ്ണിയമ്മേ കുമ്പടി വന്നു. കട്ടുകൊണ്ടുപോയതിന്റെ കൃത്യമായ ചിത്രം നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ട ദിവസങ്ങളാണ് ഈ കടന്നുപോയത്. ശ്രീ ജെക്സി തോമസ് CPM-ൽ നിന്ന് ബോർഡിനെതിരെ യാതൊരു വിധത്തിലുള്ള പരാമർശവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നടക്കം കോടതിയിൽ നിന്ന് പുറത്തു വന്ന വിധിയിൽ കൃത്യമായി അത് പറയുന്നുണ്ട്. അതായത് ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്, അതടക്കം അന്വേഷണത്തിന് വിധേയമാക്കണം എന്ന് കോടതി പറയുന്ന സാഹചര്യമുണ്ട്. ബോർഡിനെതിരെ പരാമർശമുണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 2019 ഇത്തരം അട്ടിമറികൾ ഉണ്ടായതിന്റെ ഉത്തരവാദിത്തം ബോർഡിന് ഏറ്റെടുക്കേണ്ടി വരും, ദേവസ്വത്തിന് ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ ഏകപക്ഷീയമായ ഒരു പ്രഖ്യാപനത്തിന് ഇതുവരെയുള്ള സംഭവവികാസങ്ങളിൽ സാധുതയുണ്ടെന്ന് തീർപ്പ് കൽപ്പിക്കാൻ നമുക്ക് കഴിയുമോ? ഒരു മാറ്റവും ഇല്ലല്ലോ. നമ്മളുടെ മുമ്പിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതുപോലെ വ്യത്യസ്ത കാലയളവുകളിൽ ഇത്തരം സാധന സാമഗ്രികളുടെ ക്രയവിക്രയത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന്റെ കൂടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ഈ കാര്യങ്ങൾക്കകത്ത് ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങൾ അവരെ നേരിട്ട് കുറ്റക്കാരായി വിധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതായി ആരോപിക്കാൻ കഴിയുന്ന ഗുരുതരമായ കൃത്യവിലോപം അല്ലെങ്കിൽ ഈ സംഘടിത തസ്കര സംഘമായിട്ടുള്ള അമ്പലം വിഴുങ്ങികളെ സഹായിക്കാനുള്ള ബോധപൂർവമായ ശ്രമം, ഇതിനെ എന്തിനേയും സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തെളിവിന്റെ ലാഞ്ചന ഇതുവരെ പുറത്തു വന്നതായി അന്വേഷണ സംഘത്തിൽ നിന്നും ആ അന്വേഷണ സംഘത്തിന്റെ വിവരങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ, കോടതി നടത്തിയിട്ടുള്ള വിമർശനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കോടതി നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ആ സമയത്തെ വകുപ്പ് മന്ത്രി, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള വകുപ്പ് മന്ത്രി, ഇതൊരു നടക്ക് പോണ മാതിരില്ല, ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇവരാകെ അങ്ങയുടെ അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ കാണുമ്പോൾ അവരാകെ അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം പറയുന്നു. അതിനൊന്നും ഇല്ലേ? കേരളത്തിലെ സർക്കാർ എന്ത് ആഗ്രഹിച്ചോ ആ ആഗ്രഹത്തെ സന്തോഷത്തോടു കൂടെ വരവേൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്വീകാര്യയോഗ്യമാക്കാൻ കഴിയുന്ന പ്രസ്താവനകളും അഭിപ്രായ പ്രകടനങ്ങളുമാണ് ബഹുമാനപ്പെട്ട കോടതി സമക്ഷത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ അന്വേഷണത്തിന്റെയും തെളിവെടുപ്പിന്റെയും ഒക്കെ ഭാഗമായിട്ട് തെറ്റിന്റെ ഒരു ലാഞ്ചന ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന അനുഭവം ഏത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നും ഏത് നേതൃത്വത്തിന് നേരെയും ഉണ്ടാകട്ടെ, ആ ആളുകൾക്ക് നേരെ അതിശക്തമായ നടപടി സ്വീകരിക്കുകയും ഇനിയും ഇത്തരത്തിലൊന്ന് കേരളത്തിന്റെ ഒരു ആരാധനാലയങ്ങളിൽ സംഭവിക്കാൻ പാടില്ല എന്ന തരത്തിൽ സുശക്തമായ താക്കീത് നൽകുന്ന ഒരു അനുഭവമായി ഇത് മാറ്റി തീർക്കുകയും ചെയ്യും. ശബരിമലയിൽ നിന്ന് ഒരു തരി കട്ടിട്ടുണ്ടെങ്കിൽ ആ കട്ട മുതൽ തിരികെ വെപ്പിക്കുമെന്ന് മാത്രമല്ല ആ കട്ട സംഘത്തെ ഏത് ഉന്നതനായാലും ഏത് ചെറിയവനായാലും കേരളത്തിന്റെ ജയിലഴികൾക്കുള്ളിൽ ഉറപ്പായി കാരാഗ്രഹവാസം നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്ന അനുഭവങ്ങളിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് മുമ്പോട്ടേക്ക് പോകും. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന പറയുന്ന ഈ സംഘടിത തസ്കര സംഘത്തിന് ശബരിമലയിൽ കയറി വിളയാടാൻ കഴിഞ്ഞ സാഹചര്യം, ശബരിമലയിൽ അനധികൃതമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ സാഹചര്യം എവിടെ പോണു? 2019 ഉണ്ടായതിന്റെ ഒരു ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനും ഇല്ല എന്നുള്ളതാണോ ഇടതുപക്ഷം കാണുന്നത്? അത് ഉത്തരം പറ. ഇപ്പോൾ തിരുവാഭരണം സംബന്ധിച്ചും ഇത്തരം സാധന സാമഗ്രികൾ സംബന്ധിച്ചും അതിന്റെ ക്രയവിക്രയം, ആ ക്രയവിക്രയത്തിൽ അതിന്റെ ഏറ്റവും ഉന്നതമായ ചുമതലയുള്ള ആളാരാണ്? അത് തിരുവാഭരണ കമ്മീഷണറാണ്. അയാളാണ് അതിന്റെ കസ്റ്റോഡിയൻ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അവിടെ 3 പേരുകൾ ഇതിനോടകം നമ്മുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയ ആഭിമുഖ്യവും അവരുടെ രാഷ്ട്രീയ വിധേയത്വവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഏതു സംഘടനയുടെ തണലിലാണ് ദേവസ്വം ബോർഡിലും മറ്റുന്നതാധികാര കേന്ദ്രങ്ങളിലും കയറിപ്പറ്റിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രബലമായ ചോദ്യങ്ങളും വാദങ്ങളും സംശയങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിട്ടുള്ള ഇതിന്റെ കസ്റ്റോഡിയന്മാരിൽ ഒരാൾ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUC-യുടെ ജില്ലാ പ്രസിഡന്റാണ്, ഇല്ലേ? AKG സെന്ററിൽ നിന്ന് ക്യാപ്സ്യൂള് എടുത്ത് ഇവിടെ പരാമർശിക്കുമ്പോൾ ചുരുങ്ങിയ ലെവലിൽ അത് കൗണ്ടർ ചെക്ക് ചെയ്യാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം. ഒന്ന്, നിങ്ങൾ പരാമർശിക്കുന്ന പേര് ജി ബൈജു എന്ന് പറയുന്ന തിരുവാഭരണ കമ്മീഷണറുടെയാണ്. ജി ബൈജു അവിടെ തിരുവാഭരണ കമ്മീഷണർ ആവുന്നത് 2023-ലാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആ ജി ബൈജുവിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് INTUC-യുടെ നേതാവാണെന്ന്. 2019 അവിടുത്തെ തിരുവാഭരണ കമ്മീഷണറുടെ പേര് KS ബൈജു എന്നാണ്.
പറഞ്ഞിട്ടില്ല. ഈ ബൈജു ഏതാ ചക്ക ഏതാ കൊക്ക ഏതാണെന്ന് അറിയാതെ ക്യാപ്സ്യൂൾ എടുത്ത് വിഴുങ്ങുമ്പോ ജയിക്കാതെ കൗണ്ടർ ചെക്ക് ചെയ്യാനുള്ള സാമാന്യ മാന്യത കാണിക്കണം എന്ന് രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഇപ്പൊ നമുക്കറിയാം വിജയ് മല്യ കൊടുത്തത് 30 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3700 പവനോളം സ്വർണ്ണമാണ് കൊടുത്തത്. അതിൽ ദ്വാരപാലക ശില്പത്തിൽ മാത്രം പൂശിയിരിക്കുന്നത് 1.5 കിലോ സ്വർണ്ണമാണ്. ഏതാണ്ട് 200 പവനോളം സ്വർണം പൂശിയിട്ടുണ്ട്. അതൊന്നും എനിക്കറിയാൻ മേല. ബേസിക് സംശയം, ദ്വാരപാലക ശില്പവും പീഠവും സന്നിധാനത്ത് നിന്ന് പോകുമ്പോ 42 കിലോയായിരുന്നു തൂക്കം. മണ്ടന്മാർ അത് അസൂയ കൊണ്ട് പറയുന്നല്ലേ ജോയിക്കുഞ്ഞ്. ദ്വാരപാലക ശില്പവും പീഠവും തിരിച്ചു വരുമ്പോ 38 കിലോയാണ് തൂക്കം എന്ന് പറഞ്ഞാൽ 4 കിലോയുടെ തൂക്കത്തിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ 4 കിലോ എവിടെ പോയി? ബഹുമാനിയായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, കോൺഗ്രസിന്റെ സുഹൃത്ത്, എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെയാണ് നമ്മുടെ നാട്ടിലെ യൂത്ത് കോൺഗ്രസുകാർ ചാനലുകളിൽ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ അല്പ വെളുക്കച്ചിരിയുമൊക്കെയായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. സംഘടിത തസ്കര സംഘം എന്ന യഥാർത്ഥത്തിൽ ശബരിമലയുടെ ഘട്ടത്തിലല്ല കേരള രാഷ്ട്രീയത്തിൽ പലരും ആ പദപ്രയോഗം ഉപയോഗിക്കാൻ തുടങ്ങിയത്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. വയനാട്ടിലെ ദൈനതയുള്ള മനുഷ്യരുടെ ജീവിതത്തെ ചൂണ്ടിക്കാട്ടി ലക്ഷങ്ങൾ കോടികൾ പിരിച്ച് കട്ടുപിടിച്ച സംഘത്തെ നോക്കിയിട്ടാണ് സമീപ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യം ആ പ്രയോഗം ഉയർന്നു വന്നത്. അദ്ദേഹം പറയുന്നത് CPIM-ന്റെ AKG സെന്റർ നൽകിയ ക്യാപ്സ്യൂളാണ്. ഈ ക്യാപ്സ്യൂളൊക്കെ വിഴുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനെങ്കിലും ഒന്ന് തയ്യാറാകണ്ടേ? എനിക്ക് സഹതാപമാണുള്ളത് എന്നൊക്കെ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുകയാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങയുടെ സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് തൽക്കാലം എനിക്ക് വേണ്ട. അങ്ങയുടെ സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് എന്നേക്കാൾ അർഹിക്കുന്ന 100 കണക്കിന് വരുന്ന സഹപ്രവർത്തകരും അങ്ങയുടെ നേതാവും തൽക്കാലം അങ്ങയുടെ പാളയത്തിലുണ്ട്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. അതുകൊണ്ട് സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് കൊടുക്കുന്നത് മതിയായിട്ടില്ലെങ്കിൽ തൽക്കാലം യൂത്ത് കോൺഗ്രസിന് ഇപ്പൊ വേണ്ടാത്ത പ്രസിഡന്റും വയനാട്ടിലെ ജനങ്ങളെ ഉപയോഗിച്ച 100 വീട് കേരളത്തിലെ കോൺഗ്രസ്, 100 വീട് കർണാടകയിലെ കോൺഗ്രസ്, 100 വീട് വയനാട്ടിലെ MP, 100 വീട് ലീഡർ ഓഫ് ഒപ്പോസിഷൻ, 100 വീട് യൂത്ത് കോൺഗ്രസ്. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. ഇങ്ങനെ പറഞ്ഞ 430 വീടുകൾ ഒരു തറക്കല്ല് പോലും ഇടാതെ പറഞ്ഞ് പറ്റിച്ച ആളുകൾ അങ്ങയുടെ സംഘത്തിലും അങ്ങയുടെ കൂടെയും ഉണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഈ പാളികളും ഈ സാധന സാമഗ്രികളും സ്വർണം പൂശേണ്ടതുണ്ട്, അല്ലെങ്കിൽ ക്ലാഡ് ചെയ്യേണ്ടതുണ്ട്, എന്തുമാവട്ടെ, പൂശിക്കോ ക്ലാഡ് ചെയ്യോ എന്തുമാവട്ടെ, ഇതിങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന ആദ്യം അഭിപ്രായം എഴുതിയ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ മുരാരി ബാബു. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അയാളുടെ രാഷ്ട്രീയം എന്താണ്? ചർച്ച ചെയ്യാൻ അങ്ങയുടെ ഇവിടെ ഈ ചർച്ചയിൽ വലിയ വായിൽ സംഭാഷണം നടത്താൻ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് നൽകാൻ വന്ന ബഹുമാനിയായ കോൺഗ്രസ് നേതാവ് തയ്യാറുണ്ടോ? മുരാരി ബാബുവിന്റെ രാഷ്ട്രീയം ഏതാണെന്ന് ഏത് കോൺഗ്രസ് ആ മുരാരി ബാബുവിന്റെ അങ്ങ് ഇടപെടാതെ ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അങ്ങേക്കെന്താ പൊള്ളിയോ? അങ്ങ് തിരിച്ചിങ്ങോട്ട് കൊടുക്കുമ്പോൾ താങ്കളുടെ പാർട്ടിയുടെ നേതാവ് അടിച്ചു മാറ്റാൻ എനിക്ക് വെറുതെ താങ്കൾ പറഞ്ഞ INTUC പേരെന്താ? താങ്കൾ പറഞ്ഞ INTUC നേതാവിന്റെ പേരെന്താണ്? INTUC നേതാവാണ് അവിടെ അടിച്ചു മാറ്റാൻ കഴിയുന്നില്ലേ? ആങ്കർക്ക് ഈ ചർച്ച മര്യാദ പേര് പറയാൻ പറ്റുന്നില്ലേ? തിരുവാഭരണ കമ്മീഷണർ INTUC നേതാവിന്റെ പേര് പറയാൻ അറിയില്ല. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. ഈ കാര്യങ്ങൾ ക്ലാഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സ്വർണം പൂശണമെന്ന ആദ്യം എഴുതി വെച്ചവനായ മുരാരി ബാബു, അയാളുടെ രാഷ്ട്രീയം എന്ന അയാൾ ഏത് സംഘടനയുടെ നേതാവാണ്? കോൺഗ്രസ് സംഘടനയുടെ നേതാവാണ്. ആഞ്ജനേയ സ്വാമി. ആ കല്ലിനെ തൊണ്ട തൊടാതെ വിഴുങ്ങിയ KS ബൈജു, തിരുവാഭരണ കമ്മീഷണർ, കസ്റ്റോഡിയൻ, ഏതു സംഘടനയുടെ നേതാവാണ്? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? അതിനൊത്താശ ചെയ്ത ജയശ്രീ ഏത് ദേവസ്വം ബോർഡ് ഏതു സംഘടനയുടെ നേതാവാണ്? പ്രസിഡന്റ്. അതെ, എനിക്ക് തോന്നുന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? അല്ല, ഇതെന്താ ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇതിൽ ഓരോ കാര്യവും നോട്ട് ചെയ്ത് വെച്ച് എനിക്കറിയാന്നേ നിങ്ങൾ അല്ല പിന്നെ എന്ത് മണ്ടത്തിലാണ് ഒരാളെ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. ജനാധിപത്യപരമായ ചർച്ചയില്ല, അങ്ങനെ പറയരുത്. പിന്നെ മണ്ടത്തരത്തിനല്ലാതെ പിന്നെ ഞാനെന്ത് പറയണം? വല്ലാത്ത
തലവേദന ഞാനൊന്ന് കിടക്കട്ടെ. വേറൊരാളാണ് അങ്ങ് തെറ്റിദ്ധരിച്ചതാണ്. KS ബൈജു INTUC നേതാവാണോ? ശ്രീ ജയ്ക്ക് അങ്ങ് താങ്കൾ തെറ്റിദ്ധരിച്ചതാണ്. അങ്ങനെയൊക്കെ ഒരു ജയിക്ക് എന്നാണ് കഴിഞ്ഞ തവണയും തെറ്റിച്ച് അഭിപ്രായത്തിൽ പറഞ്ഞത്. ഇത് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. രണ്ടാണ് എന്നാണ്. അത് കോൺഗ്രസ്സുകാരാണ് എന്ന് അങ്ങ് ഉന്നയിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് അറിയില്ലെങ്കിൽ പറയുന്നത്. വെറുതെ വെല്ലുവായിൽ ഡയലോഗ് ഇറക്കരുത്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, ഇയാൾക്ക് തോന്നിയ പോലെ വർത്താനം പറയുകയാണെങ്കിൽ സമീപത്തുള്ള കോൺഗ്രസ് ഓഫീസിൽ പോയിരിക്കണം. മാതൃഭൂമിയുടെ ഫ്ലോറിൽ എനിക്കെല്ലാമായി തൃപ്തിയായി. എല്ലാം നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്കണം. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.